നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും സഹകാരി റൈസ് പ്ലസിൻ്റെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു വാക്യരൂപീകരണത്തിന്, അതായത് സെൻറ്റൻസ് ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന സ്വതന്ത്ര അർത്ഥമുള്ള ശബ്ദത്തെയാണ് വാചകം എന്ന് പറഞ്ഞത്, ഇല്ലേ? സ്വതന്ത്ര അർത്ഥമുള്ള ശബ്ദമാണ് വാചകം. നമ്മൾ വാക്യരൂപീകരണം നടത്തുമ്പോൾ ഉപയോഗിക്കുന്നതെല്ലാം വാചകങ്ങളാണ്. ഇപ്പം ഞാനിവിടെ നിന്ന് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ ഒക്കെ ഉപയോഗിക്കുന്ന വാചകങ്ങളാണ്. കണ്ടു, കേട്ടു, വന്നു, പോയി, രാമൻ, സീത, ഇതെല്ലാം വാചകങ്ങളാണ്. സ്വതന്ത്ര അർത്ഥമുള്ള ശബ്ദത്തെയാണ് വാചകം എന്ന് പറയുക. ഈ വാചകം 3 തരത്തിലുണ്ടാകാം എന്ന് നമ്മൾ കണ്ടു. വാചകം 3 തരത്തിലുണ്ടാകാം. എങ്ങനെയൊക്കെയാണ്? അതെന്തിൻ്റെയെങ്കിലും പേരിനെ കുറിച്ചാൽ നാമം, പ്രവൃത്തിയെ കുറിച്ചാൽ ക്രിയ, വിശേഷിപ്പിച്ചാൽ ഭേദകം. നാമം, ക്രിയ, ഭേദകം എന്നിങ്ങനെ വാചകത്തെ നമ്മൾ 3ആക്കി. അതിൽ നാമത്തിൻ്റെ വിഭജനം നമ്മൾ പലതരത്തിൽ കണ്ടു, ഇല്ലേ? നാമത്തെ പലതായി ഉപയോഗിച്ചു. എങ്കിൽ ഇനി നമുക്ക് കാണേണ്ടത് ഏതാണ്? ക്രിയകളുടെ വിഭജനമാണ്. നമുക്ക് ഈ ക്ലാസ്സിൽ അതിലേക്ക് കടക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എന്താണ് ക്രിയ? പ്രവൃത്തിയെ കുറിക്കുന്ന ശബ്ദമാണ് ക്രിയ, അല്ലേ? ഒരു പ്രവൃത്തിയെ, തൊഴിലിനെ, ജോലിയെ കുറിക്കുന്ന ശബ്ദമാണ് ക്രിയ അല്ലെങ്കിൽ കൃതി. ഓടുക, ചാടുക, പഠിക്കുക, കളിക്കുക, ഉണ്ണുക, ഉറങ്ങുക, എഴുതുക, കരയുക, പറയുക, ഇതെല്ലാം പ്രവൃത്തിയാണ്, തൊഴിലാണ്, ജോലിയാണ്. അതിനെയാണ് ക്രിയ അല്ലെങ്കിൽ കൃതി എന്ന് നമ്മൾ പറയുക. ഇംഗ്ലീഷിൽ നമ്മൾ വെർബ് എന്ന് പഠിച്ചു വെച്ചിരിക്കുന്ന സാധനം, എ ഡൂയിങ് വേർഡ് ഈസ് വെർബ്, അത് തന്നെയാണ് മലയാളത്തിലും. പ്രവൃത്തിയെ കുറിക്കുന്ന ശബ്ദമാണ് ക്രിയ. പക്ഷേ പറയുമ്പോൾ എല്ലാം ക്രിയകളാണെങ്കിലും അവയെ പല അടിസ്ഥാനത്തിൽ, പല മാനദണ്ഡം, പല ക്രൈറ്റീരിയ വെച്ച് വിഭജിക്കാൻ കഴിയും. പറയുമ്പോൾ എല്ലാം ക്രിയയാണ്. ഓടിയതും ഓടിച്ചതും പഠിച്ചതും പഠിപ്പിച്ചതും കാണാൻ പോകുന്നതും വരാൻ നിൽക്കുന്നതും ഒക്കെ ക്രിയയാണ്. പക്ഷേ അവയെ പല അടിസ്ഥാനത്തിൽ വിഭജിക്കാൻ കഴിയും. അപ്പം സ്വാഭാവികമായി നമുക്കൊരു സംശയം തോന്നും, എന്തിനാണ് ഈ ക്രിയകളെ വിഭജിക്കുന്നത്? അത് വെറുതെ അവിടെ ഇരിക്കുകയല്ലേ, ക്രിയ മര്യാദയ്ക്ക് ഇരിക്കുകയല്ലേ, നമ്മളെന്തിനായിട്ട് ഇളക്കാൻ പോകുന്നേ? എന്തിന് ക്രിയകളെ വിഭജിക്കണം? അത് ക്രിയകളെ എന്നല്ല, ഏതൊരു വസ്തുവിനെയും വ്യവച്ഛേദിക്കണമെങ്കിൽ, സ്പെസിഫൈ ചെയ്യണമെങ്കിൽ വിഭജിക്കണം. അല്ലെങ്കിൽ കൂട്ടത്തിൽ പാടാനും വെള്ളത്തിൽ പൂട്ടാനേ പറ്റൂ, അല്ലേ? ഏതൊരു വസ്തുവിനെയും, ക്രിയ എന്നല്ല, എന്തിനേയും ഒരു പ്രത്യേക സാധനത്തിലേക്ക് സ്പെസിഫൈ ചെയ്തെത്തണമെങ്കിൽ, വ്യവച്ഛേദിക്കണമെങ്കിൽ വിഭജിക്കണം. ഇപ്പോൾ കേരളത്തിൽ 3.5 കോടിയിലധികം ജനങ്ങളുണ്ട്. പക്ഷേ അവരിൽ ഒരാളെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ, ഒരു സമൂഹത്തെ നമുക്ക് കൃത്യമായി സ്പെസിഫൈ ചെയ്യാം. കേരളത്തിലെ 3.5 കോടി ജനത്തെയും നമ്മൾ ഒന്നായിട്ടല്ല പരിഗണിക്കുന്നത്, അതിനെ വിഭജിച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ 14 ഗ്രൂപ്പായി വിഭജിച്ചു. എങ്ങനെ? ജില്ലയുടെ അടിസ്ഥാനത്തിൽ, പിന്നെ താലൂക്ക്, പഞ്ചായത്ത്, വില്ലേജ്, വാർഡ്. അപ്പോൾ ചുരുക്കത്തിൽ കേരള സംസ്ഥാനത്തിലെ ഇന്ന ജില്ലയിലെ, ഇന്ന താലൂക്കിലെ, ഇന്ന പഞ്ചായത്തിലെ, ഇന്ന വില്ലേജിലെ, ഇന്ന വാർഡിലെ, ഇന്ന കുടുംബത്തിലെ അംഗം. അപ്പോൾ ഒരാളിലേക്ക് വേണമെങ്കിൽ എത്താം. അപ്പോൾ ആ കുടുംബത്തിലെ മൊത്തം ആൾക്കാർ, അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിലെ മൊത്തം ആൾക്കാർ, അങ്ങനെ ഒരു വിഭാഗത്തിലേക്ക് വേണമെങ്കിലും എത്താം. അങ്ങനെ എത്താൻ കഴിഞ്ഞ എന്തുകൊണ്ടാണ്? വിഭജിച്ചതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഏതും കേരളീയൻ എന്ന് പറയാനേ കഴിയൂ. അതുപോലെ പറയുമ്പോൾ എല്ലാം ക്രിയകളാണെങ്കിലും അവയെ പല അടിസ്ഥാനത്തിൽ, പല ക്രൈറ്റീരിയ വെച്ച് നമുക്ക് വിഭജിക്കാം. ഇപ്പോൾ ജനങ്ങളെ, ജില്ലയുടെയും താലൂക്കിൻ്റെയൊക്കെ ആണെങ്കിൽ ക്രിയകളെ 4 കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, 4 മാനദണ്ഡം, 4 സ്കെയിൽ വെച്ചാണ് വിഭജിക്കാൻ കഴിയുക. 1, ക്രിയകളെ അവയുടെ അർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കാം. 2, പ്രകൃത അല്ലെങ്കിൽ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കാം. പിന്നെ രൂപത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കാം. പിന്നെ പ്രാമാണ്യം അല്ലെങ്കിൽ പ്രാധാന്യം. ഇങ്ങനെ 4 മാനദണ്ഡം, 4 ക്രൈറ്റീരിയ വെച്ചാണ് ക്രിയകൾ വിഭജിക്കാൻ കഴിയുക. ഏതൊക്കെയാണ്? അർത്ഥം, പ്രകൃതം, രൂപം, പ്രാമാണ്യം. അർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ, പ്രകൃതത്തിൻ്റെ അടിസ്ഥാനത്തിൽ, രൂപത്തിൻ്റെ, പ്രാമാണ്യം അല്ലെങ്കിൽ പ്രാധാന്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കാം. ഇങ്ങനെ 4 സ്കെയിൽ വെച്ച് വിഭജിക്കാം. നമുക്ക് ആദ്യം അർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കാം. ക്രിയകളെ അവയുടെ അർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2ആയി വിഭജിക്കാം. അർത്ഥമനുസരിച്ച് ക്രിയകളെ 2ആയി വിഭജിക്കാം. പക്ഷേ ഇവിടെ ക്രിയയുടെ അർത്ഥത്തിന് ആ വാക്കിൻ്റെ അർത്ഥം, അതിൻ്റെ മീനിങ് എന്ന പൊരുളല്ല എടുക്കേണ്ടത്. ആ മീനിങ് എന്നുള്ള പൊരുളല്ല എടുക്കേണ്ടത്. പിന്നെ എന്തെടുക്കും? നോക്കൂ, നമുക്കൊരു സെൻറ്റൻസ് നോക്കാം. അയാളുടെ പ്രവൃത്തി അർത്ഥവത്തായില്ല. അയാളുടെ പ്രവൃത്തി അർത്ഥവത്തായില്ല. ഇപ്പോൾ നമ്മൾ എന്താ സെൻറ്റൻസിൽ നിന്ന് മനസ്സിലാക്കുന്നത്? അയാളുടെ പ്രവൃത്തി ഫലവത്തായില്ല, റിസൾട്ട്ഫുൾ ആയില്ല എന്നല്ലേ? അതാണ് ക്രിയയുടെ അർത്ഥം, ക്രിയയുടെ ഫലം. ക്രിയ ഒരു പ്രവൃത്തിയാണ്, പ്രവൃത്തിക്ക് ഉറപ്പായും ഫലം ഉണ്ടാവും, അല്ലേ? ആക്ഷൻ ഉണ്ടെങ്കിൽ റിയാക്ഷൻ ഉണ്ടാവും. അപ്പോൾ ക്രിയ പ്രവൃത്തിയാണ്, പ്രവൃത്തിക്ക് ഉറപ്പായും ഒരു ഫലം ഉണ്ടാകും. ആ ഫലം അനുഭവിക്കുന്നതിനെയാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുക. ഒരു പ്രവൃത്തി, ക്രിയ ചെയ്യുന്ന ആളെ നമ്മൾ എന്ത് വിളിക്കും?
കർത്താവ്, സബ്ജക്റ്റ് ഇല്ലേ? രാമൻ രാവണനെ കൊന്നു. ഇവിടെ പ്രവൃത്തി ചെയ്തിരിക്കുന്ന ആരാ? രാമൻ. അയാൾക്ക് പറയുന്ന പേരെന്താ? കർത്താവ്, സബ്ജക്റ്റ്. എന്നാൽ ആ പ്രവൃത്തിയുടെ, രാമൻ ചെയ്ത പ്രവൃത്തി, കൊന്നു എന്ന പ്രവൃത്തിയുടെ അർത്ഥം, അതിൻ്റെ ഫലം അനുഭവിച്ചത് മറ്റൊരാളാണ്. കൊന്നത് രാമനാ, പക്ഷെ കൊല്ലപ്പെട്ടത് ആരാണ്? രാവണൻ. അയാൾക്ക് നമ്മൾ പറയുന്ന പേരെന്താ? കർമ്മം അഥവാ ഒബ്ജക്റ്റ്. അപ്പോൾ ഒരു ക്രിയയുടെ അർത്ഥം എന്ന് പറയുന്നത് അതിൻ്റെ കർമ്മമാണ്, അതിൻ്റെ ഫലം അനുഭവിക്കുന്ന വസ്തു അല്ലെങ്കിൽ വ്യക്തി, അതാണ് അതിൻ്റെ അർത്ഥം അഥവാ കർമ്മം, ഒബ്ജക്റ്റ്. എങ്കിൽ കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിയകളെ രണ്ടാക്കാം. കർമ്മം ഉള്ളവയും കർമ്മം ഇല്ലാത്തവയും, അനുഭവിക്കാൻ ആളുള്ളതും ആളില്ലാത്തതും. കർമ്മം ഉള്ള ക്രിയകളെ സകർമ്മക ക്രിയ എന്നും ഇല്ലാത്തവയെ അകർമ്മക ക്രിയ എന്നും പറയുന്നു. അങ്ങനെ അർത്ഥമനുസരിച്ച് രണ്ടാക്കാം: സകർമ്മകം അകർമ്മകം. കർമ്മം ഉണ്ടെങ്കിൽ സകർമ്മകം, ഇല്ലെങ്കിൽ അകർമ്മകം. ശരിയാ, കർമ്മം ഉണ്ടെങ്കിൽ സകർമ്മകം, ഇല്ലെങ്കിൽ അകർമ്മകം എന്നൊക്കെ പറയാം. അനുഭവിക്കാൻ ആളുണ്ടെങ്കിൽ സകർമ്മകം, ഇല്ലെങ്കിൽ അകർമ്മകം. ശരിയാ. പക്ഷെ ഇതുണ്ടോ ഇല്ലേ എന്നെങ്ങനെ അറിയും? കർമ്മം ഉണ്ടെങ്കിൽ സകർമ്മം എന്ന് പറയാം, പക്ഷേ ഇല്ലെങ്കിൽ അകർമ്മം എന്ന് പറയാം. എന്നാൽ ഇത് കർമ്മം ഉണ്ടോ ഇല്ലേ എന്നെങ്ങനെ അറിയും? നമുക്കൊരാളോടൊരു കാര്യം, ഒരാളിൽ നിന്ന് ഒരു കാര്യം അറിയണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ: ചോദിക്കണം. അപ്പോൾ ക്രിയയ്ക്ക് കർമ്മം ഉണ്ടോ ഇല്ലയോ എന്നറിയാനും ഒറ്റ വഴിയേ ഉള്ളൂ: ചോദിക്കണം. എന്ത് ചോദിക്കണം? ക്രിയയോട് ചോദിക്കേണ്ട ചോദ്യം ആരെ അല്ലെങ്കിൽ എന്തിനെ. ഈ ചോദ്യം ക്രിയയോട് ചോദിക്കുക. ഒന്നുകിൽ ആരെ അല്ലെങ്കിൽ എന്തിനെ. ഈ രണ്ട് ചോദ്യത്തിനുമോ രണ്ടിലൊന്നിനോ, ആരെ എന്തിനെ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ ഒന്നുകിൽ ഈ രണ്ട് ചോദ്യത്തിനും അല്ലെങ്കിൽ രണ്ടിനൊന്നിനോ ഉത്തരം ലഭിക്കുന്ന തരത്തിലുള്ളതാണെങ്കിൽ കർമ്മമുണ്ട്, ഉത്തരം ലഭിക്കാത്ത തരത്തിലുള്ളതാണെങ്കിൽ കർമ്മമില്ല. അതാണ് കർമ്മം ഉണ്ടോ ഇല്ലയോ എന്നറിയാനുള്ള വഴി. ആരെ എന്തിനെ എന്ന ചോദ്യം ചോദിക്കുക. രണ്ടിനുമോ രണ്ടിലൊന്നിനോ ഉത്തരം കിട്ടിയാൽ കർമ്മമുണ്ട്, സകർമ്മകം. കിട്ടുന്നില്ലെങ്കിൽ കർമ്മമില്ല, അകർമ്മകം. ഉദാഹരണത്തിന് അടിക്കുക, അടിക്കുക. ഇത് സകർമ്മകമാണോ അകർമ്മകമാണോ എന്നറിയാൻ എന്ത് ചോദിക്കണം? ആരെ അടിക്കുക അല്ലെങ്കിൽ എന്തിനെ അടിക്കുക. ഉത്തരം പറയാൻ പറ്റൂല്ലേ? പറ്റും. ആരെ അടിക്കുക? രാമനെ അടിക്കുക, കൃഷ്ണനെ അടിക്കുക. എന്തിനെ അടിക്കുക? പട്ടി അടിക്കുക, പൂച്ച അടിക്കുക. അപ്പോൾ അതിന് ഉത്തരമുണ്ട്. എങ്കിൽ അടിക്കുക എന്ന ക്രിയയ്ക്ക് കർമ്മമുണ്ട്, സകർമ്മകം. മറ്റൊന്ന് നോക്കൂ: കൊല്ലുക. ആരെ കൊല്ലുക, എന്തിനെ കൊല്ലുക. നമുക്ക് ഉത്തരം പറയാൻ കഴിയും. ആരെ കൊല്ലുക? രാമനെ കൊല്ലുക, കൃഷ്ണനെ കൊല്ലുക. എന്തിനെ കൊല്ലുക? പാമ്പിനെ കൊല്ലുക, പൂച്ചയെ കൊല്ലുക. ഉത്തരം പറയാൻ കഴിയും. അപ്പോൾ കൊല്ലുക എന്ന ക്രിയയ്ക്ക് കർമ്മമുണ്ട്, സകർമ്മകം. അല്ലെങ്കിൽ കടിക്കുക, കടിക്കുക. ആരെ കടിക്കുക, എന്തിനെ കടിക്കുക. നമുക്ക് ഉത്തരം പറയാൻ കഴിയും. അപ്പോൾ അത് സകർമ്മകമാണ്. എന്നാൽ നോക്കൂ: ഓടുക അല്ലെങ്കിൽ ഇരിക്കുക. ആരെ ഓടുക, എന്തിനെ ഓടുക. ആരെ ഇരിക്കുക, എന്തിനെ ഇരിക്കുക. നമുക്ക് ഉത്തരം പറയാൻ കഴിയൂ? കഴിയില്ല. ആര് ഇരിക്കുക, എന്തിന് ഇരിക്കുക എന്നാണെങ്കിൽ ഉത്തരമുണ്ട്. പക്ഷെ ആരെ ഇരിക്കുക, എന്തിനെ ഇരിക്കുക എന്നതിന് ഉത്തരമില്ല. അപ്പോൾ അതിന് കർമ്മമില്ല, അകർമ്മകം. അല്ലെങ്കിൽ നോക്കൂ: നടക്കുക. ആരെ നടക്കുക, എന്തിനെ നടക്കുക. നമുക്ക് ഉത്തരം പറയാൻ കഴിയൂ? കഴിയില്ല. അപ്പോൾ അതിന് കർമ്മമില്ല, അതാണ് അകർമ്മകം. അങ്ങനെ ആരെ എന്തിനെ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ കർമ്മമുണ്ട്, സകർമ്മകം. കിട്ടുന്നില്ലെങ്കിൽ കർമ്മമില്ല, അകർമ്മകം. സ്വാഭാവികമായും നിങ്ങൾക്കൊരു സംശയം ഇങ്ങോട്ടുണ്ടാവും: ഈ സാർ എന്തിനാ ഇങ്ങനെ തൊടുന്നതിന് ഇങ്ങനെ തൊടുക? നേരെ അങ്ങ് പറഞ്ഞാൽ പോരെ? പണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ചതുപോലെ ആരെ എന്തിനെ എന്നതിന് ഉത്തരം കിട്ടിയാൽ സകർമ്മകം, ആരെ എന്തിനെ ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ അകർമ്മകം എന്നങ്ങ് പറഞ്ഞാൽ പോരെ? ഇങ്ങനെയൊക്കെ വളച്ച് കെട്ടി പറയേണ്ട വല്ല കാര്യമുണ്ടോ എന്നൊരു സംശയം തോന്നിയേക്കാം. ഉണ്ട്. കാരണം നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ എളുപ്പത്തിന് വേണ്ടി ടീച്ചർ അങ്ങനെ പറഞ്ഞു തന്നതാ. സാങ്കേതികമായി അത് ശരി തന്നെയാണ്. ആരെ എന്തിനെ ഉത്തരം കിട്ടുന്നത് സകർമ്മം, അല്ലാത്ത അകർമ്മം ശരി തന്നെയാണ്. പക്ഷേ നിങ്ങൾ ഈ വാക്കിൻ്റെ അർത്ഥം ഒന്ന് നോക്കിയേ. സകർമ്മകം. എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? സസ്നേഹം, സ്നേഹത്തോടുകൂടി. സകുടുംബം, കുടുംബത്തോടുകൂടി. അപ്പൊ സകർമ്മകം, ആ വാക്കിൻ്റെ അർത്ഥം കർമ്മത്തോടു കൂടിയത് എന്നാണ്. അകർമ്മകം, കർമ്മമില്ലാത്തത്. അവിടെയാണ് PSC നമ്മളെ കുഴപ്പിക്കുക. PSC പലപ്പോഴും ഇപ്പോൾ സകർമ്മകത്തിന് എക്സാമ്പിൾ ഏത് അല്ലെങ്കിൽ അകർമ്മകത്തിന് എക്സാമ്പിൾ ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും ചോദിച്ചിട്ടുള്ളത് പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. കർമ്മത്താൽ വിശേഷിപ്പിക്കപ്പെടുന്ന ക്രിയയാണ് ഡാഷ്, കർമ്മമില്ലാത്ത ക്രിയയാണ് ഡാഷ്. അവിടെ പിന്നെ ആരെ എന്തിനെ ഉത്തരം കിട്ടുന്നതെന്ന് പഠിച്ചിട്ട് കാര്യമില്ല. കർമ്മമുള്ള ക്രിയയാണ് സകർമ്മകം, കർമ്മമില്ലാത്ത ക്രിയയാണ് അകർമ്മകം. അതുണ്ടോ ഇല്ലയോ എന്നറിയാനുള്ള വഴിയാണ് ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന ചോദ്യം ചോദിക്കുക. എങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പഠിക്കുക, പഠിക്കുക. ഈ ക്രിയ സകർമ്മകമാണോ അകർമ്മകമാണോ? പഠിക്കുക. നമ്മൾ എങ്ങനെ ചോദിക്കും? ആരെ പഠിക്കുക, എന്തിനെ പഠിക്കുക. ഉത്തരമുണ്ടോ? നോക്കൂ, ആരെ പഠിക്കുക എന്നതിന് ഉത്തരമില്ല.
പക്ഷേ എന്തിനെ പഠിക്കുക എന്നതിന് ഉത്തരമുണ്ട്. എന്തിനെ പഠിക്കുക? ഇംഗ്ലീഷിനെ പഠിക്കുക, മാത്സിനെ പഠിക്കുക, സയൻസിനെ പഠിക്കുക, ഉത്തരമുണ്ട്. ആ രണ്ടിനും ഉത്തരം വേണമെന്നില്ല, ഒന്നിന് കിട്ടിയാലും മതി. അപ്പോൾ പഠിക്കുക എന്ന ക്രിയയ്ക്ക് കർമ്മമുണ്ട്, സകർമ്മകമാണ്. എഴുതുക, എഴുതുക, ആരെ എഴുതുക എന്നതിന് ഉത്തരമില്ല, പക്ഷേ എന്തിനെ എഴുതുക എന്നതിന് ഉത്തരമുണ്ട്. മലയാളത്തെ എഴുതുക, ഇംഗ്ലീഷിനെ എഴുതുക, കഥ എഴുതുക, നോട്ടിനെ എഴുതുക, പരീക്ഷ എഴുതുക, ഉത്തരമുണ്ട്. അപ്പോൾ എഴുതുക എന്ന ക്രിയയ്ക്ക് കർമ്മമുണ്ട്, സകർമ്മകം. അതാണ് സകർമ്മകം അകർമ്മകം. അങ്ങനെ അർത്ഥമനുസരിച്ച് രണ്ടാക്കാം. കർമ്മമുണ്ടെങ്കിൽ സകർമ്മകം, കർമ്മമില്ലെങ്കിൽ അകർമ്മകം. എന്താണ് കർമ്മം? പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്ന വസ്തു അല്ലെങ്കിൽ വ്യക്തി, ഒബ്ജക്റ്റ്. അതുണ്ടെങ്കിൽ സകർമ്മകം, ഇല്ലെങ്കിൽ അകർമ്മകം. ഇതുണ്ടോ ഇല്ലയോ എന്നറിയാൻ എന്ത് ചെയ്യും? ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന ചോദ്യം ചോദിക്കും. രണ്ടിനുമോ രണ്ടിലൊന്നിനോ ഉത്തരം കിട്ടിയാൽ കർമ്മമുണ്ട്, ഇല്ലെങ്കിൽ കർമ്മമില്ല. അങ്ങനെ അർത്ഥമനുസരിച്ച് രണ്ടാക്കി. ഇനി ക്രിയകളെ അവയുടെ പ്രകൃതം അല്ലെങ്കിൽ സ്വഭാവം അനുസരിച്ച് രണ്ടാക്കാം. ക്രിയകളെ പ്രകൃതം അനുസരിച്ച് രണ്ടാക്കാം, സ്വഭാവം അനുസരിച്ച് രണ്ടാക്കാം. അതെന്താ ഈ ക്രിയയുടെ സ്വഭാവം? നല്ലതോ ചീത്തയോ? ക്രിയയുടെ സ്വഭാവം നോക്കൂ എന്താണ്. ഇപ്പോൾ നമ്മളൊരു യാത്ര പോകാൻ പോവുകയാണ്. നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് എത്തിയപ്പോൾ നമുക്ക് പോകേണ്ടുന്ന ബസ് ദേ പോയില്ല എന്ന മട്ടിൽ നിൽക്കുകയാണ് എന്ന് വിചാരിക്കും. ബസ് ദേ മൂവ് ചെയ്ത് തുടങ്ങി. നമ്മൾ എന്ത് ചെയ്യും? ഓടും, ഇല്ലേ? ബസ് കിട്ടാൻ വേണ്ടി ഓടും. ഇപ്പം നമ്മളൊരു പ്രവൃത്തി ചെയ്തിരിക്കുകയാണ്, ഓടുക. ബസ് കിട്ടി, ഇറങ്ങേണ്ട സ്ഥലത്ത് ഇറങ്ങി. നമ്മൾ കുറച്ച് ഉള്ളിലേക്ക് നടക്കുകയാണെന്ന് കരുതൂ, നമ്മുടെ വീട് കുറച്ച് ഉള്ളിലാണെന്ന് കരുതൂ. ബസ് ഇറങ്ങിയിട്ട് ഉള്ളിലേക്ക് നടക്കുകയാണ്. നടന്നപ്പോൾ നമ്മളിപ്പോൾ ഒരു ക്രിയ, ഒരു പ്രവൃത്തി ചെയ്തിട്ടാണ് ബസ് കിട്ടിയിരിക്കുന്നത്. ഓടുക എന്ന ക്രിയ ചെയ്ത് ബസ്സിൽ കയറി. നമ്മൾ ബസ് ഇറങ്ങി വീട്ടിലേക്ക് നടക്കുകയാണ്. കുറച്ച് ദൂരം ചെന്നപ്പോൾ വിജനമായ സ്ഥലം, തികച്ചും വിജനം. ആ നിയമസഭാ മണ്ഡലത്തിൽ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ, ഒറ്റയ്ക്കാണ്. അപ്പോഴാണ് 4-5 പട്ടി കുരച്ചുകൊണ്ട് വരുന്നത്. എന്തു ചെയ്യും? ഓടും, അല്ലേ? അപ്പോഴും നമ്മൾ ഓടും. ഇപ്പോൾ ഒരേ ആൾ ഒരേ പ്രവൃത്തി 2 സന്ദർഭത്തിൽ ചെയ്തിരിക്കുന്നു. ആദ്യം ബസ് കിട്ടാൻ ഓടിയത് നമ്മൾ തന്നെയാണ്, പട്ടി വന്നപ്പോഴും ഓടിയത് നമ്മൾ തന്നെയാണ്. പക്ഷേ ഈ 2 ഓട്ടത്തിൻ്റെയും പ്രകൃതം, സ്വഭാവം തമ്മിൽ വ്യത്യാസമില്ലേ? എന്താണ് വ്യത്യാസം? ഒന്ന് ഓർത്ത് നോക്കിയേ, എന്താ ഈ വ്യത്യാസം? ആദ്യത്തെ സന്ദർഭത്തിൽ നമുക്ക് ബസ് കിട്ടണം എന്നുള്ളത് കൊണ്ട് നമ്മൾ നമ്മുടെ ഇഷ്ടപ്രകാരം ഓടിയതാ, ആരും നമ്മളെ ഫോഴ്സ് ചെയ്തില്ല. പക്ഷേ രണ്ടാമത്തെ സന്ദർഭത്തിൽ ഓടാൻ നമുക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഫലത്തിൽ നമ്മൾ ഓടുകയല്ല, പട്ടി നമ്മളെ ഓടിക്കുകയാണ് ഉണ്ടായത്. നമ്മൾ ആ പ്രവൃത്തി ചെയ്യാനുള്ളത് പട്ടി നമ്മളെ പ്രേരിപ്പിച്ചതുകൊണ്ടാണ്. അതാണ് ക്രിയയുടെ പ്രകൃതം. ചില ക്രിയകൾ തനിയെ സംഭവിക്കും, ചില ക്രിയകൾ വേറൊരാളുടെ പ്രേരണയോടെയോ സഹായത്തോടെയോ സംഭവിക്കും. നിങ്ങൾ തനിയെ വീട്ടിലിരുന്ന്, ഇപ്പോൾ ഈ ക്ലാസ് കാണുന്നില്ല എന്ന് കരുതൂ, തനിയെ വീട്ടിലിരുന്ന് ഈ പണി ചെയ്താൽ എന്ത് പറയും? ഞാൻ തനിയെ വീട്ടിലിരുന്ന് പഠിച്ചു. എന്നാൽ ഈ ക്ലാസ് കാണുമ്പോൾ വേറൊരാൾ നിങ്ങളെ പഠിപ്പിച്ചു. അപ്പോൾ പഠിച്ചു എന്നുള്ളത് തനിയെ ചെയ്തതും പഠിപ്പിച്ചു എന്നുള്ളത് വേറൊരാളുടെ സഹായത്തോടെ പ്രേരണയോടുകൂടി ചെയ്തതാണ്. അതാണ് ക്രിയയുടെ പ്രകൃതം. അതായത് ചില ക്രിയകൾ തനിയെ സംഭവിക്കും, ചിലത് പ്രേരണയോടുകൂടി സംഭവിക്കും. തനിയെ സംഭവിക്കുന്ന ക്രിയകളെ കേവല ക്രിയകളെന്നും പ്രേരണയോടെയോ സഹായത്തോടെയോ സംഭവിക്കുന്നവയെ പ്രയോജക ക്രിയകളെന്നും പറയുന്നു. അങ്ങനെ പ്രകൃതമനുസരിച്ച് രണ്ടാക്കാം. കേവലം, പ്രയോജകം. തനിയെ സംഭവിച്ചാൽ കേവലം, പ്രേരണയോടുകൂടിയായാൽ പ്രയോജകം. പക്ഷേ ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടത്, ഈ തനിയെ സംഭവിക്കുക എന്ന് വെച്ചാൽ ഒരു കർത്താവ് ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല. അതാണ്, ചിലപ്പോൾ ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. ഒരു കർത്താവ് ഉണ്ടാകണമെന്നില്ല, സ്വയം അനുഷ്ഠിച്ചാൽ മതി. ക്രിയ സ്വയം അനുഷ്ഠിച്ചാൽ മതി. ചില സന്ദർഭങ്ങളിൽ ക്രിയ തന്നെ കർത്താവായി മാറും. ഒരു കർത്താവ് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. നോക്കൂ, രാവിലെ സൂര്യൻ ഉദിക്കും, ഉദിക്കുക അതൊരു ക്രിയയാണ്. ഉദിക്കുക, ഒരു കർത്താവുണ്ടോ? ആരെങ്കിലും വന്ന് ഉദിപ്പിക്കുന്നുണ്ടോ? അപ്പോൾ അവിടെ ക്രിയ തന്നെ സ്വയം അനുഷ്ഠിക്കും. അല്ലെങ്കിൽ മഴ പെയ്യുക അതൊരു ക്രിയയാണ്. അല്ലെങ്കിൽ രാവിലെ പൂ വിരിയും, അതൊരു ക്രിയയാണ്, വിരിയുക. ആരെങ്കിലും വന്ന് വിരിപ്പിക്കുകയും പെയ്യുകയും ചെയ്യുന്നുണ്ടോ? അപ്പോൾ അവിടെ ഒരു കർത്താവില്ലല്ലോ, ക്രിയ തന്നെ സ്വയം അനുഷ്ഠിച്ചില്ലേ? അങ്ങനെ തനിയെ സംഭവിച്ചാൽ മതി, കർത്താവ് വേണമെന്നില്ല. അപ്പോൾ സ്വയം അനുഷ്ഠിക്കുന്ന, തനിയെ സംഭവിക്കുന്ന ക്രിയകൾ കേവല ക്രിയകൾ, പ്രേരണയോടുകൂടി സംഭവിക്കുന്നത് പ്രയോജക ക്രിയ. ഇപ്പം നോക്കൂ, കാണുക അത് തനിയെ സംഭവിക്കുന്നതാണ്. അതിൻ്റെ പ്രയോജക രൂപം എങ്ങനെ വരും? അല്ലെങ്കിൽ പഠിക്കുക, നോക്കൂ, ഉണ്ണുക, ഇതെല്ലാം തനിയെ സംഭവിക്കുന്നതാണ്, കേവലമാണ്. കാണുക, പഠിക്കുക, ഉണ്ണുക. അപ്പം കാണുക എന്നത് തനിയെ ചെയ്തത്, വേറൊരാളുടെ പ്രേരണയോടുകൂടിയാവുമ്പോൾ അത് കാണിക്കുക. പഠിക്കുക തനിയെ ചെയ്തത്, വേറൊരാളുടെ പ്രേരണയോടുകൂടിയായപ്പോൾ പഠിപ്പിക്കുക. ഉണ്ണുക തനിയെ ചെയ്തത്, പ്രേരണയോടുകൂടി ആയപ്പോൾ
ഉണ്ണിക്കുകയല്ല, ഊട്ടുക. ഉണ്ണുക, ഊട്ടുക. ഉറങ്ങുക, ഉറക്കുക. ആടുക, ആട്ടുക. ഇരിക്കുക, ഇരുത്തുക. നടക്കുക, നടത്തുക. കിടക്കുക, കിടത്തുക. അതാണ് കേവലം പ്രയോജകം. തനിയെ സംഭവിച്ചാൽ കേവലം, പ്രേരണയോടുകൂടിയായാൽ പ്രയോജകം. പാടുക, അത് കേവലമാണ്. അതിൻ്റെ പ്രയോജകമാണ് പാടിക്കുക. എഴുതുക, എഴുതിക്കുക. കരയുക, കരയിക്കുക. ഇതെല്ലാം കേവലം പ്രയോജകം. എഴുതുക, കാണുക, കരയുക കേവലം. എഴുതിക്കുക, കാണിക്കുക, കരയിക്കുക, പറയിക്കുക, ഇതെല്ലാം പ്രയോജകം. അപ്പോൾ തനിയെ സംഭവിച്ചാൽ കേവലം, പ്രേരണയോടുകൂടി സംഭവിച്ചാൽ പ്രയോജകം. അപ്പോൾ ഞാനൊരു സംശയം അങ്ങോട്ട് ചോദിച്ചോട്ടെ, നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. മറിക്കുക, മറിക്കുക. ഞാനൊരു ബുക്കിൻ്റെ പേജ് മറിക്കുകയാണ്. മറിക്കുക, ഇത് കേവലമാണോ പ്രയോജകമാണോ? ഒന്ന് ആലോചിച്ചേ. പേജ് മറിക്കുക, നമുക്ക് പെട്ടെന്ന് തോന്നും ഇത് കേവലമല്ലേ, കാരണം ഞാൻ മറിക്കുന്നു, ആരും എന്നെ പ്രേരിപ്പിച്ചില്ല. വേറൊരാളുടെ പ്രേരണയോടുകൂടിയാകുമ്പോൾ മറിപ്പിക്കലല്ലേ? അല്ല, മറിക്കുക എന്നത് പ്രയോജകക്രിയയാണ്. കാരണം പേജ് തനിയെ മറിഞ്ഞോളും. അത് കാറ്റടിച്ചോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും മറിയുക എന്നൊരു രൂപമുണ്ട്, അത് മറിഞ്ഞോളും. ഞാൻ ചെയ്തപ്പോഴാണ് മറിക്കലാവുന്നേ. അപ്പോൾ മറിക്കുക എന്നുള്ളത് പ്രയോജകമാണ്. മറിയുക എന്നതാണ് കേവലം. നമുക്ക് പെട്ടെന്ന് തോന്നും മറിക്കുക കേവലമല്ലേ, ഞാൻ തനിയല്ലേ ചെയ്തത്, വേറെ ആരും സഹായിച്ചില്ലല്ലോ എന്ന് തോന്നും. അല്ല, മറിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇരട്ട പ്രയോജകമാണ്. വീണ്ടും ഒരാളൂടെ വരും. ഇപ്പോൾ വരയ്ക്കുക, ഞാൻ ഈ ബോർഡിൽ വരയ്ക്കാൻ പോവുക. വരയ്ക്കുക, അത് നമുക്ക് തോന്നും കേവലമല്ലേ, ഞാനല്ലേ വരച്ചത്, ആരും പ്രേരിപ്പിച്ചില്ലല്ലോ, വേറൊരാൾ ചെയ്യുമ്പോൾ വരപ്പിക്കലല്ലേ? അല്ല, വരയുക എന്നൊരു രൂപമുണ്ട്. വരയുക എന്നതാണ് കേവലം. വരയ്ക്കുക പ്രയോജകം, വരപ്പിക്കുക ഇരട്ട പ്രയോജകമാണ്. അവിടെ ഇപ്പം നമ്മൾ അടുപ്പത്ത് തീ എരിക്കും ഇല്ലേ, തീ എരിക്കും, ഊതി എരിക്കും. എരിക്കുക, നമുക്ക് തോന്നും ഞാനല്ലേ എരിച്ചത്, വേറെ ആരും എന്നെ പ്രേരിപ്പിച്ചില്ലല്ലോ. വേണ്ട, നമ്മൾ എരിക്കണ്ട, തീ തനിയെ എരിഞ്ഞോളും. എരിയുക കേവലം, എരിക്കുക പ്രയോജകം. അതാണ് നേരത്തെ പറഞ്ഞത്, കർത്താവുണ്ടാകണമെന്ന് നിർബന്ധമില്ല, ക്രിയ സ്വയം അനുഷ്ഠിച്ചാൽ മതി. ഇപ്പോൾ ഒരു കുപ്പിയിൽ വെള്ളം നിറയ്ക്കുക, ഒരു കുപ്പിയിൽ വെള്ളം നിറയ്ക്കാൻ പോവുകയാണ്. നമ്മൾ പറയാണ് ഞാൻ കുപ്പിയിൽ വെള്ളം നിറച്ചു. പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ ഞാനല്ലേ നിറച്ചത്, ആരും എന്നെ പ്രേരിപ്പിച്ചില്ലല്ലോ, അത് കേവലമല്ലേ? അല്ല, കുപ്പി തനിയെ നിറഞ്ഞോളും. നിറയുക എന്നതാണ് കേവലം, നിറയ്ക്കുക പ്രയോജകമാണ്. അതാണ് സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് അക്കിടി പറ്റുകയും മാർക്ക് നഷ്ടപ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ സൂക്ഷിക്കുക, തനിയെ സംഭവിക്കുന്നത് കേവലം, പ്രേരണയോടുകൂടിയായാൽ പ്രയോജകം. തനിയെ സംഭവിക്കുക എന്ന് വെച്ചാൽ ക്രിയ സ്വയം അനുഷ്ഠിച്ചാൽ മതി, കർത്താവ് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. എരിയുക, മറിയുക, നിറയുക, ചരിയുക, ഇതെല്ലാം കേവലമാണ്. എരിക്കുക, മറിക്കുക, ചരിക്കുക, നിറയ്ക്കുക, വിരിക്കുക, ഇതെല്ലാം പ്രയോജകമാണ്. ക്ലിയർ ആയല്ലോ? ക്ലാസ്സുകൾ സശ്രദ്ധം വീക്ഷിച്ചിരുന്ന ഏവർക്കും നന്ദി. നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഗ്രൂപ്പിൽ അത് ചോദിക്കാവുന്നതാണ്. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.